ടാങ്കിന് അത്യാവശ്യം വില ഉണ്ട്. ക്രാഷ് ഗാർഡ് അൺബോക്സ് ചെയ്യണം. സ്ട്രോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട സ്ട്രോങ് കണ്ടോ. ഇതൊക്കെ ഞാൻ വീണിട്ടുണ്ടായ പാടുകളാണ്. 2 എണ്ണം ജസ്റ്റ് ഞാൻ അതാ ഉരച്ചു. സൈഡിലുള്ള ബുഷുകൾക്ക് ഇതുണ്ടാവും. ഇത് വലിപ്പം കൂടുതലും ലെഫ്റ്റ് സൈഡിലുള്ളത് കുറവായിരിക്കും. സാധനം രക്ഷയില്ല കേട്ടോ, സ്ട്രോങ് ആണ് കണ്ടോ. ഇതിന് ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു MOTOYOB. യെസ് ഗായ്സ്, ഇന്ന് ഞാൻ എൻ്റെ വണ്ടീൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് ഇന്ന് ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്യാം. മോഡിഫിക്കേഷൻ എന്നല്ല, വണ്ടി കുറച്ച് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മൾ സനേൻ്റെ ക്രാഷ് ഗാർഡ് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മളിപ്പോൾ സ്റ്റോക്ക് ക്രാഷ് ഗാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇടുക. സ്റ്റോക്ക് ക്രാഷ് ഗാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് എത്ര മാത്രമേ ഉള്ളൂ. ഇത്ര മാത്രം നമുക്ക് കവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ടാങ്ക് കാര്യങ്ങളൊന്നും കവർ ചെയ്യുന്നില്ല. ജസ്റ്റ് ഇത്ര മാത്രം കവർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു നോർമൽ ക്രാഷ് കാര്യങ്ങളൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇത് സ്ട്രോങ് അല്ലാന്നല്ല ഞാൻ പറയുന്നത്, കാരണം ഇത് സൂപ്പറാണ്. ഞാൻ ഒരുപാട് വട്ടം വീണിട്ട് കാലെത്താഞ്ഞിട്ട്. ആക്ച്വലി ഞാൻ 169 സെൻറ്റിമീറ്റേഴ്സ് ഉള്ളത്. അപ്പോൾ ആ ഒരു കാല് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ഹൈറ്റ് വെച്ചിട്ട് ആക്ച്വലി ഗൈസ് ഈ ഒരു ക്രാഷ് ഗാർഡ് ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. ഒരുപാട് വട്ടം കൊണ്ട് ഇതിൽ നോക്കിയാൽ തന്നെ കാണാം, സൂം ചെയ്ത് നോക്കിയാൽ തന്നെ കാണാം നമുക്ക് ഒരുപാട് ക്രാഷും വേണം, പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി സേഫ് ആവാനും അഥവാ ക്രാഷ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി വണ്ടിക്കൊന്നും പറ്റാതെ, കാരണം ഈ ടാങ്കിന് അത്യാവശ്യം വില ഉണ്ട്. അപ്പോൾ ആ വില ഉണ്ടായതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു സനേൻ്റെ ക്രാഷ് ഗാർഡ് വാങ്ങിച്ചത്. യെസ് ഗായ്സ്, ഇതാണ് സനേൻ്റെ നമുക്ക് ക്രാഷ് ഗാർഡ് വന്നത്. ഇത് നമുക്ക് ഷിപ്പ് ചെയ്ത് കിട്ടുന്നത് ഇങ്ങനെ തന്നെയാണ് ഗായ്സ്. അപ്പോൾ ഇത് ആണ് നമ്മളെ ഫുൾ സിസ്റ്റം, നമ്മുടെ ക്രാഷ് ഗാർഡിൻ്റെ. അപ്പോൾ ടോട്ടൽ എങ്ങനെ നമ്മൾ ഫിറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഫുൾ വീഡിയോ ഇതിലുണ്ട് ഗായ്സ്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ നേരെ നമ്മൾ ഫിറ്റിങ്ങിലേക്ക് പോകും. ക്രാഷ് ഗാർഡ് അൺബോക്സ് ചെയ്യണം. ക്രാഷ് ഗാർഡ് ഇതുവരെ ആരും അൺബോക്സ് ചെയ്തില്ല. അപ്പം നമ്മൾ ആക്ച്വലി ഇന്ന് ക്രാഷ് ഗാർഡ് അൺബോക്സ് ചെയ്യണം. എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് അറിയേണ്ട, ഇതിനുള്ളിൽ എന്താണുള്ളത്. അപ്പോൾ ഗൈസ് പരിചയപ്പെടുത്താൻ മറന്നുപോയി. എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്നത്, മിസ്റ്റർ അഭിരാജ്. ഇതിൻ്റെ മുന്നേ 2-3 വ്ളോഗിലൊക്കെ ആളുണ്ട്. അപ്പോൾ ആളെന്തായാലും കാണിച്ചുതരാം. ഇപ്പം മെയിൻ ക്യാമറമാൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ആളെ ഇപ്പം കാണിക്കുന്നില്ല. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ എന്തൊക്കെയാണ് ക്രാഷ് ഗാർഡുകൾ എന്നുള്ളത്. യെസ്, ഒരു സെറ്റ് സൈഡിൽ വെക്കുന്നൊരു സാധനം. അടുത്തത് എന്താണെന്ന് വെച്ചാൽ അതെ, അടുത്തതും സൈഡിൽ വെക്കുന്ന സാധനം. സത്യം പറഞ്ഞാൽ എല്ലാം ഫിറ്റഡ് ആണ്, ഇനി കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. സ്ക്രൂ ടൈറ്റ് ചെയ്തിട്ട് ഒട്ടിക്കുന്ന പശ. ഒരിക്കലും സ്ട്രോങ് ആണ് സാധനം. അപ്പോൾ സാധനൻ്റെ കേട്ടറിവ് പോലെ തന്നെയാണ് സാധനൻ്റെ സാധനം സ്ട്രോങ് ആണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയൊക്കെയാണ് ഉള്ളത്, എങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് ക്രാഷ് ഗാർഡ് ഊരണം. ക്രാഷ് ഗാർഡ് ഊരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നട്ടും ഒരു ബോൾട്ടും അതേപോലെ തന്നെ എല്ലെങ്കിയാണ് വേണ്ടത്. അപ്പം സെയിം സാധനം നമ്മുടെ കയ്യിലുണ്ട്. ഒരു സ്പാനർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഊരാൻ പറ്റും. നമുക്ക് ആദ്യം നമുക്ക് ജസ്റ്റ് ഇത് ഊരുക എന്നുള്ളതാണ് പ്രോസസ്സ്. ഫസ്റ്റ് നമ്മൾ ഈ പ്രോസസ്സ് ഊരുന്നു. പിന്നെ അടിയിലും ഉണ്ട് ഇതേ സെയിം സാധനം. സിമ്പിളാണ് സാധനം ഊരിയെടുക്കാൻ, വളരെ സിമ്പിളാണ്. പക്ഷേ ഫിറ്റ് ചെയ്യുന്നതിൽ നമുക്ക് ഈ ഒരു നമ്മളെ റേഡിയേറ്ററിൻ്റെ ഒരു ഗാർഡും അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡിൽ സാധനം ഊരിയാൽ മാത്രമല്ല, കാരണം ഊരി കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ഫിറ്റിംഗ് വരുന്നത്. അപ്പം അതും കൂടി ഊരിയാലേ നമുക്ക് സനേൻ്റെ സാധനം ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഊരാം, 2 സൈഡിലും ക്രാഷ് ഗാർഡ് ഊരാം. യെസ്, നമ്മളെ ഫസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളെ അഭിരാജ് തന്നെയാണ്. ജസ്റ്റ് അവൻ ഏറ്റെടുക്കാന്ന് പറഞ്ഞു ഊരുന്നത്. അപ്പം ആള് ഊരിക്കൊണ്ടിരിക്കുകയാണ്. യെസ് ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റോക്ക് ക്രാഷ് ഗാർഡ് എന്ന് പറഞ്ഞ സാധനം പൊളിയാട്ട, ഒന്നും പറയാനില്ല. പൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം വൻപൊളിയാണ്. പിന്നെ ഒരുപാട് ക്രാഷൊന്നും അതുപോലെ തന്നെ വീച്ചിൽ നിന്ന് രക്ഷപ്പെടുത്തിയ സാധനമാണ്. ഒന്നും പറയാനില്ല, വെച്ചാൽ നല്ല സ്ട്രോങ് സാധനമാണ്. സ്ട്രോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട സ്ട്രോങ് കണ്ടോ. ഇതൊക്കെ ഞാൻ വീണിട്ടുണ്ടായ പാടുകളാണ്. ഒരുപാട് വട്ടം വീണിട്ടുണ്ട്, ഒന്നും സംഭവിച്ചില്ല. ഒരു സ്ഥലത്തും ഒരു ടാങ്കിൻ്റെയോ അതേപോലെ തന്നെ നമ്മളെ ഈ ഫ്രെയിമിൻ്റെയോ അതേപോലെ തന്നെ റേഡിയേറ്ററിനൊന്നും ഒന്നും സംഭവിച്ചില്ല. ഒന്നും സംഭവിച്ചില്ല, അത്രയും സ്ട്രോങ് ആണ്, ഒന്നും പറയാനില്ല. ഇനി ഗൈസ് നമ്മൾ ഈ സൈഡത്ത് ഊരി, അപ്പം അടുത്ത സൈഡും കൂടി ഊരിയാലേ നമുക്ക് എല്ലാ കാര്യങ്ങളും ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത സൈഡും കൂടി ഊരാൻ പോകണം. അങ്ങനെ ഗൈസ് നമ്മൾ അടുത്ത സൈഡ് ഊരുകയാണ് ക്രാഷ് ഗാർഡ്. അപ്പോൾ ടോട്ടലി ഇപ്പോൾ അല്ലെങ്കിൽ വണ്ടി നെയ്ക്കഡാണ്. അപ്പോൾ ഇനി കുറച്ചും കൂടി നെയ്ക്കഡാവും. ക്രാഷ് ഗാർഡ് ഊരി കഴിഞ്ഞാൽ ഇനി നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം സനേൻ്റെ ക്രാഷ് ഗാർഡ് ഫിറ്റ് ചെയ്യുന്നതായിരിക്കും. വളരെ സിമ്പിളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. നമ്മളും ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ ഗൈസ് നമ്മളെ എൻ്റെ അപ്പം എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു ചാൻസും കൂടിയാണ്. അടുത്തത് നമ്മൾ ഊരി കഴിഞ്ഞിരിക്കുന്നു. ഇത്രേ ഉള്ളൂ സാധനം. ചെറിയ സാധനമാണെങ്കിലും നമുക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ തരുന്നതാണ് ഈ സാധനം. എന്താ 2 സാധനങ്ങൾ അങ്ങനെ നമ്മൾ 2 സാധനങ്ങൾ ഊരി നമ്മളിതാ മെയിൻ ടോട്ടലി ഡിഫറൻസ് നമുക്ക് ഇതിൻ്റെ വലിപ്പത്തിൽ തന്നെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് നമ്മളിതാ ഇത്രേ ഉള്ളൂ. ഇത് ഏകദേശം കൊണ്ടാ ചില നല്ല വലുതാണ്, പക്ഷെ അത്യാവശ്യം വെയിറ്റും ഉണ്ട്. അതിനെക്കാട്ട് അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ ഇനി അടുത്ത് നമുക്ക് നമ്മളെ മെയിൻ സാധനം ഫിറ്റ് ചെയ്യാൻ പോകാം. പക്ഷെ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഗൈസ് ഇത് പറഞ്ഞാൽ ഇതാ ഈ ഒരു ഫെൻഡർ മരത്തൊരു സാധനം, അതുപോലെ തന്നെ പിന്നെ ഈ നമ്മളെ റേഡിയേറ്റർ ഗാർഡും നമ്മൾ ഊരണം. കാരണം ഇതിൻ്റെ സൈഡിൽ കൂടെ ഫിറ്റ് ചെയ്യുന്നത്. എന്നതിന് ശേഷം അത് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് റേഡിയേറ്റർ ഗാർഡ് ഫിറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം പിന്നെ അടുത്തത് ഇത് ഊരുന്ന സെക്ഷൻ. നമുക്കിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതാ ഈ റേഡിയേറ്ററിൻ്റെ ഗാർഡും അതുപോലെ തന്നെ ഈ ഒരു ഫെയറിങ് നമുക്ക് ഊരേണ്ടതാണ്. അതുപോലെ ആദ്യം നമുക്ക് റേഡിയേറ്റർ ഗാർഡാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 LNGs ഉണ്ട്. ഈ 2 LNGs ഫസ്റ്റ് ഊരുക. അത് കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഇവിടെ ജസ്റ്റ് ഒരു ലോക്കാണ്, ജസ്റ്റ് ഇങ്ങോട്ട് ഊരിയാൽ മതി. ജസ്റ്റ് ഇത് 2 ഊരി കഴിഞ്ഞാൽ ഈ റേഡിയേറ്റർ ഗാർഡും കിട്ടും. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇതാ ഇവിടെ ഒരു LNG വരുന്നുണ്ട് ഈ മുകളിലായിട്ട്. അങ്ങനെ ഗൈസ് നമുക്ക് ഈ റേഡിയേറ്റർ ഗാർഡാണ് നമ്മൾ ഊരാൻ പോകുന്നത്. അതിന് 2 LNGs ഉള്ളത് ഇവിടെയും. അത് സിമ്പിളാണ്. ആക്ച്വലി പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഊരാനും പറ്റും, അതേമാതിരി ഫിറ്റ് ചെയ്യാനും പറ്റും. കേട്ടോ ജസ്റ്റ് വളരെയധികം സിമ്പിളാണ്. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഗുണങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ആദ്യം നമ്മൾ ഇത് ഇവിടുന്ന് ജസ്റ്റ് റിലീസ് ചെയ്യുന്നു. ജസ്റ്റ് ഇവിടുന്ന് കുറച്ച് അപ്പാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം കയ്യിൽ പോരും. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ നമ്മളെ റേഡിയേറ്റർ ഗാർഡ് എന്ന് പറഞ്ഞ സാധനം. വളരെയധികം സിമ്പിളാണ്. അപ്പോൾ ആദ്യം അത് ഊരി അടുത്ത് നമുക്ക് ഊരേണ്ടത് ഈ ഫെയറിംഗ് ആണ്. ഈ ഫെയറിംഗ് എങ്ങനെ ഊരുക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അങ്ങനെ സെയിം അല്ലെങ്കിൽ തന്നെയാണ്. ഒന്ന് ജസ്റ്റ് ഇതാ ഈ മുകളിൽ ഒരു അപ്പറിലൊന്ന് വരുന്നുണ്ട്, ഇവിടെ ഒന്ന് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതാ ജസ്റ്റ് അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെയും വരുന്നുണ്ട്. ഈ 2 ഊരി കഴിഞ്ഞാൽ ഈ ഫെയറിംഗ് കൂടി ഊരും. കാരണം എന്താ ഇത് 2 ഊരിന് എന്താ വെച്ചാൽ നമ്മളെ ക്രാഷ് ഗാർഡ് ഈ സെൻറ്ററിൽ കൂടെ ഈ ഹെഡ്ലൈറ്റിൻ്റെ അടിയിൽ കൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കവർ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ബോൾട്ടിലാണ് ഫിക്സ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഊരുന്നത് കുറച്ചുകൂടി സുഖമായിട്ട്. അത് കഴിഞ്ഞ ശേഷം തിരിച്ച് നമ്മൾ ഇതേ സെയിം സാധനം ഇവിടെ ഫിറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഈ സൈഡും നമുക്ക് ഊരാണ് നമ്മൾ. ജസ്റ്റ് ഇത് 2 ഊരി കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവിടെ ജസ്റ്റ് റിലീസ് ചെയ്യാം. സിമ്പിളാണ്. ജസ്റ്റ് ഇത് ഒന്ന് മുകളിലേക്ക് പൊന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കിട്ടുന്നതായിരിക്കും. ഗൈസ് ഈ റൈറ്റ് സൈഡ് നമ്മൾ ഊരുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് ഇവിടെ ഒരു സെക്ഷനിൽ കണ്ട ഒരു ഡ്രെയിൻ പൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. കാരണം വലിച്ചു വരുമ്പോൾ തിരിച്ചിടുമ്പോൾ ഇതേമാതിരി ഈ ഡ്രെയിൻ പൈപ്പ് കറക്റ്റായിട്ട് ഇടണം. കാരണം അത് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ജസ്റ്റ് മുകളിലേക്ക് പൊന്തിച്ചാൽ മതി, നത്തിങ് എൽസ്. അപ്പോൾ അതായത് ഫ്രീ ആയിട്ട് വിട്ടാൽ മതി. അപ്പോൾ ഈ സൈഡ് നമുക്ക് ഊരി. ഇനി അടുത്തത് ഈ ഫ്രണ്ടിലുള്ള ഫെയറിംഗ് ആണ്. ഫെയറിംഗ് ഊരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടുത്തെ സെക്ഷനാണ് ഊരേണ്ടത്. ജസ്റ്റ് അവിടുത്തെ ഊരാം. അത് കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഇത് ആടിയിട്ട് ലൂസായി കഴിഞ്ഞാൽ യൂസ് ചെയ്യാം. ഇവിടെ ഒരു റബ്ബറിൻ്റെ ഒരു ഇതും കൂടി ഉണ്ട്. ജസ്റ്റ് ഒരു കാര്യം ചെയ്താൽ മതി. ഊരണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഫ്രണ്ടിലേക്ക് ആക്കി വെച്ചാൽ മതി. കാരണം നമുക്ക് അത്രയും പണി എടുക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ 2 ജസ്റ്റ് ഞാൻ അതാ ഊരിച്ചു. ജസ്റ്റ് ഊരി. ഇനിയാണ് മച്ചാന്മാരെ നമ്മളെ മെയിൻ പരിപാടി, നമ്മളെ ക്രാഷ് ഗാർഡ് ഫിറ്റ് ചെയ്യുന്നത്. അങ്ങനെ കാര്യം നമ്മളിതാ ഈ ക്രാഷ് ഗാർഡ് ഫിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതാ മെയിനായിട്ട് ഈ ഒരു ഇത് ഊരണം. അടുത്തത് ഇത്, പിന്നെ ഈ ഒരു സെക്ഷൻ ഇത് ഊരണ്ട, ഇതിൽ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളത്. പിന്നെ അതേമാതിരി ഈ ഹെഡ്ലൈറ്റിൽ വരുന്ന ഈ ഒരു ഈ മൗണ്ടിലാണ് നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ശബരാജ് ഇതൊന്ന് പിടിച്ച് കാണിച്ചു കൊടുക്കണം. ജസ്റ്റ് ഇങ്ങനെയാണ് വരിക. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ജസ്റ്റ് ഫസ്റ്റത്തെ നമുക്ക് ഇതാ ഇവിടെ വരും. അടുത്തത് ഇതാ ഈ 2 സെക്ഷൻ നേരത്തെ പറഞ്ഞ 2 ഇവിടെ വരും. പിന്നെ ഇതാ ഇതിനുള്ളിൽ കയറും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതിന് മുന്നേ നമുക്ക് ഈ 2 കാര്യങ്ങൾ ഊരാണ്ട് 2 LNG തന്നെയാണ്. പിന്നെ ഇവിടെയും ഒരു LNG. അപ്പം അങ്ങനെയാണ് ക്രാഷ് ഗാർഡ് വരിക. ജസ്റ്റ് നമുക്ക് ഊരാം. ഗൈസ് ഇതാണ് 2 നമ്മൾ ഊരി. പിന്നെ ഈ സെക്ഷന് നമ്മൾ ഊരി. ഇനി നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ മൗണ്ടാണ് ഇവിടെ ഊരുന്നത്.
അങ്ങനെ ഗൈസ് നമുക്ക് വരുന്ന ഈ സെക്ഷനൊക്കെ നമ്മൾ ഊരി ഇനി വരുന്നത് നമുക്ക് ഇത്രയും 4 ബുഷുകളാണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കണ്ടോ ഇതിൻ്റെ ഹോള് കുറച്ച് കൂടുതലാണ് ഈ ഒരു സ്ഥലത്ത്. അതായത് റൈറ്റ് സൈഡിലുള്ള ബുഷുകൾ, ഇതാണ് ബുഷ്. ഈ റൈറ്റ് സൈഡിലുള്ള ബുഷുകൾക്ക് ഇതുണ്ടോ ഇത് വലിപ്പം കൂടുതലും ലെഫ്റ്റ് സൈഡിലുള്ളത് കുറവായിരിക്കും ഈ സെക്ഷൻ. കാരണം ആ ലെഫ്റ്റ് സൈഡിൽ ഇത്രേ ഉള്ളൂ ഗ്യാപ്പ് നമുക്ക് ഉള്ളിൽ കയറാനുള്ളത്, റൈറ്റ് സൈഡിൽ കൂടുതലാണ്. ഇത് കണ്ടോ ഇത് കറക്റ്റാണ് നമുക്ക് വരുന്നത്. ഒരിക്കലും ഫിറ്റ് ആവില്ല. ചെറുത് വലുതെടുത്തിട്ടുണ്ടോ ഇത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറവേ ഉള്ളൂ. കണ്ടോ നമുക്ക് ഏരിയ ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടുതലുണ്ട്. അപ്പോൾ ഗൈസ് അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ റൈറ്റ് സൈഡിലുള്ളത് ഈ വലുതായിരിക്കും എപ്പോഴും ഉണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അപ്പം എല്ലാം കീസ് വരുന്നുണ്ട് ഉള്ളിൽ വരെ പോകാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് നമ്മൾ ഈ ഒരു കാര്യം ഈ ബുഷിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. യെസ് ഗൈസ് അപ്പോൾ നമ്മൾ ഇതാ 2 ബുഷുകളാണ് ഉള്ളത്. ആ 2 ബുഷുകൾ ജസ്റ്റ് ഇതാ ഇവിടെ വെക്കുന്നു, ഇവിടെയും വെക്കുന്നു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതാ ജസ്റ്റ് ഫസ്റ്റ് ക്രാഷ് കാർഡ് എടുക്കുന്നു. ക്രാഷ് കാർഡ് എപ്പോഴും ലെഫ്റ്റ് റൈറ്റും യൂണീക്കാണ്. 2 സ്ഥലത്തും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല, സെക്ഷനായി വയ്ക്കാൻ പറ്റും. അപ്പോൾ താഴെയുള്ള സെക്ഷൻ ഇതാ ഈ ഭാഗത്തേക്ക് ഇതാ ഇവിടേക്ക് വരും. ഈ ഒരു പരന്ന ഭാഗം നമുക്കിതാ ഈ 2 സെക്ഷനിലേക്കും ഈ ഒരു സെക്ഷൻ നേരെ ഹെഡ് ലൈറ്റിൻ്റെ ആ രീതിയിലേക്കാണ് വരുന്നത്. ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഇതാ ഇവിടെ ഫിറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ ശേഷം ഈ 2 സെക്ഷൻ പിന്നെ ഹെഡ് ലൈറ്റ്. അപ്പം എപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യാം, ആദ്യം നമ്മൾ ഹെഡ് ലൈറ്റിൻ്റെ സെക്ഷൻ ഊരി നമുക്ക് തിരിച്ചിടാം. കാരണം അതാണ് മെയിൻ, അവിടെയാണ് മോൾ ഭാഗം വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്രാഷ് ഗാർഡ് ഹോൾഡ് ചെയ്ത് നിന്നോളും. ജസ്റ്റ് നമ്മൾ ഹാൻഡ് ടൈറ്റ് ചെയ്യുന്നു. അതായത് നമുക്ക് സാധാരണ കിട്ടുന്നതിനെക്കാട്ടും 2 വലിയ എല്ലാം കീസാണുള്ളത്. അത് 2 എണ്ണം നമുക്ക് കറക്റ്റ് ഈ ഒരു സെക്ഷനിലും അതുപോലെ തന്നെ ഈ സെക്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ ക്രാഷ് ഗാർഡ് ഹോൾഡായി. ഇനി അതുപോലെ തന്നെ ഇതാ താഴെ ഇത്രയും കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ക്രാഷ് ഗാർഡ് ഹോൾഡായി. അപ്പോൾ ഗൈസ് ഇത്രയ്ക്ക് കാര്യങ്ങളുള്ളൂ. കണ്ടോ ഇതും കൂടി ഒന്ന് ഫിറ്റ് ആയി കഴിഞ്ഞാൽ ഈ സാധനം ഇവിടെ ഫിറ്റായി. ഇനി അതേപോലെ തന്നെ ഈ ഒരു ഞാൻ പറഞ്ഞ ഈ അല്ലെങ്കിൽ ഫിക്സ് ചെയ്യാൻ നമുക്കൊരു ത്രെഡ് ലോക്കർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഇത് അവർ തരുന്നത് തന്നെയാണ്. ജസ്റ്റ് പൊട്ടിച്ചിട്ട് ജസ്റ്റ് ഒരു പശമാരത്തൊരു സാധനമാണ്. അത് ഇതിനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്ട്രോങ് ആയി നിന്നോളും. റിട്ടേൺ ആ ഒരു പിരി ലൂസായി പോരുക എന്നുള്ളൊരു ഇഷ്യൂ നമുക്കുണ്ടാവില്ല. അപ്പോൾ ഗൈസ് നമുക്കിത് നേരെ ഫിറ്റ് ചെയ്യും. ഈ ത്രെഡ് ലോക്കർ ജസ്റ്റ് ഇത് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം പൊട്ടിക്കോളും. ജസ്റ്റ് ഫസ്റ്റ് നമ്മളിതാ ഈ ത്രെഡ് ലോക്കർ ജസ്റ്റ് ഫസ്റ്റ് നമ്മളൊന്ന് ഫിക്സ് ചെയ്യാണ്. അടുത്തതും സെയിം പരിപാടി തന്നെയാണ്. അടുത്ത് ത്രെഡ് ലോക്കർ ഫിക്സ് ചെയ്യാം. പേടിക്കണ്ട, നമുക്ക് 2 എണ്ണം തന്നിട്ടുണ്ട്. ആ ലെഫ്റ്റ് സൈഡ് നമുക്ക് യൂസ് ചെയ്യാനും അടുത്ത് തന്നിട്ടുണ്ട്. അപ്പം ഇത് ജസ്റ്റ് ഇടതൂർന്ന് വെക്കാം. ജസ്റ്റ് ഫസ്റ്റ് നമ്മൾ ഹാൻഡ് ടൈറ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടോട്ടലി എല്ലാം ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫിക്സ് ചെയ്യാം. ഇപ്പോൾ തന്നെ സാധനം സ്ട്രോങ് ആണ് കേട്ടോ, ഒന്നുമില്ല. നമ്മളെ ഹെഡ്ലൈറ്റിൻ്റെ അവിടെ ഒന്ന് ജസ്റ്റ് ടൈറ്റ് ചെയ്താൽ മതി കുറച്ചും കൂടി. നമ്മൾ ഏകദേശം എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സെക്ഷൻ ഫിറ്റ് ചെയ്യുക, ഇത് 2 എണ്ണം ഫിറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നേരെ ഈ ഹെഡ്ലൈറ്റിൻ്റെ അവിടെ ഫിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം റൈറ്റ് സൈഡ് ഫുൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സാധനം രക്ഷയില്ല കേട്ടോ, സ്ട്രോങ് ആണ് കണ്ടോ. ഇതിന് ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. നമ്മളെ വണ്ടിയും ഇതായിട്ട് ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ അയച്ചാൽ ഒരുപാട് പ്രൊട്ടക്ഷനാണ്. അതേമാതിരി ഈ സ്ലൈഡർ ഉണ്ട്. ഇത് ആക്ച്വലി ഞാൻ വിചാരിച്ച ഒരു പ്ലാസ്റ്റിക് എന്നാണ്. ഒരു പ്ലാസ്റ്റിക് അല്ല, ഏകദേശം ഒരു മരത്തിൻ്റെ ഒരു സാധനം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. മനസ്സിലാവുന്നില്ല ആക്ച്വലി. ഇതൊരു മരത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ ഒരു ഫൈബർ, നല്ല സ്ട്രോങ് ഒരു സാധനമാണ് ആക്ച്വലി ഈ സാധനം. ഒന്നും പറയാനില്ല, അടിപൊളി. ഞാൻ വിചാരിച്ചതിനെക്കാട്ടും സ്ട്രോങ് ആണ്. അങ്ങനെ ടാങ്ക് കാര്യങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നല്ല ഉഷാറ് സാധനമാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇതാ ഈ റൈറ്റ് സൈഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ അവിരാജ് ഇതാ ലെഫ്റ്റ് സൈഡ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഹെഡ്ലൈറ്റിൻ്റെ അവിടെ ഫിക്സ് ചെയ്യുന്നു. അവിടെ ഒരു സ്ക്രൂ ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇവിടെ 2 എണ്ണം ഉണ്ട്. ഇവിടുത്തെ ബുഷ് ഡിഫറെൻ്റ് ആണ്. നമുക്ക് 2ാമത്തെ ത്രെഡ് ലോക്കർ തന്നിരിക്കുകയാണ്. ജസ്റ്റ് പൊട്ടിച്ച് ജസ്റ്റ് എടുത്ത് വായ വളച്ചാൽ തന്നെ ത്രെഡ് ലോക്കർ കിട്ടും. ഇതാണ് സാധനം.
ജസ്റ്റ് അത് ട്വിസ്റ്റ് ചെയ്യുക, ഇതിൻ്റെ മേലെ തേക്കുക. ദാറ്റ്സ് ഇറ്റ്. നമ്മൾ വാഷർ ഉപയോഗിക്കുക, അത് കഴിഞ്ഞാൽ ഫിറ്റ് ചെയ്യുക. അങ്ങനെ ഇതാ അടുത്തതും കൂടി നമ്മൾ ത്രെഡ് ലോക്കർ ഇട്ട് ഫിക്സ് ചെയ്യാണ്. ഇത് ഫിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകമുള്ളൊരു കഴിവാണ്, വിറയ്ക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം ചെറിയൊരു സാധനമാണ്, അത് നമ്മൾ നല്ലോണം അമർത്തുമ്പോൾ ഒബ്വിയസ്ലി നല്ലൊരു വിറണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് സനാൻ്റെ മെയിൻ സാധനമാണ് ഇവിടെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതി വെച്ചത്. ഇവിടുത്തെ സെക്ഷൻ ഫുള്ള് ടൈറ്റാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത് നമ്മളിനി ഈ ഒരു സെൻറ്ററിലൊരു ഒരൊറ്റ അല്ലെങ്കിൽ കൂടി നമുക്ക് ഫിക്സ് ചെയ്യാണ്ട് ഈ ഒരു സെക്ഷൻ അതുകൊണ്ട് ടൈറ്റായി കഴിഞ്ഞാൽ ഫുൾ നമ്മൾ ടൈറ്റാക്കുന്ന സെക്ഷൻസ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ടോട്ടൽ നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ തൊട്ടടിയിൽ തന്നെയാണ് ഈ സെക്ഷൻ വരുന്നത്. നമ്മളെല്ലാവർക്കും തീർന്നിരിക്കുന്നു ഇപ്പോൾ കറൻ്റ്ലി. ഇനിയിപ്പോൾ ടോട്ടലി നമ്മളെല്ലാ ബോൾട്ടുകളും ടൈറ്റ് ആക്കണം. ജസ്റ്റ് നമ്മൾ ആദ്യം ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ടോട്ടൽ ബോൾട്ടുകൾ നമ്മൾ ടൈറ്റ് ആക്കുകയാണ് എല്ലാ സെക്ഷൻസും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ഈ ഈ ഒരു ഫെൻഡറും കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ റേഡിയേറ്റർ ഗാർഡും അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർ ഫിറ്റ്. അതോടെ നമുക്ക് എല്ലാം കഴിയുന്നതായിരിക്കും. ആ രണ്ടാം ടൈറ്റ് ആക്കി അവരത് താഴത്തിന് ടൈറ്റ് ആക്കാണ്ടാവും. അതും ആ ഒരു സെക്ഷൻ ടൈറ്റ് ആക്കാണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടലി ഫുൾ ടൈറ്റ് ആക്കിയിരിക്കും. ഇതാ നമ്മൾ റേഡിയേറ്റർ ഗാർഡ് ഫിറ്റ് ചെയ്യുകയാണ്. അത് ഫിറ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓവർഫ്ലോൻ്റെ ഒരു പൈപ്പ് വരുന്നുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് വെക്കണം. അതൊരു ചെറിയ ഒരു ഗ്രൂ ഉണ്ട്. ആ ഗ്രൂവിൻ്റെ അടിയിൽ കൂടെ തന്നെ നമ്മൾ ഫിക്സ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ അഭിരാജ് കറക്റ്റായിട്ട് അത് ഫിക്സ് ചെയ്യുന്നുണ്ട്. മുകളിൽ കയറണം. മുകളിലൊരു ചെറിയ ഗ്രൂ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്നു. ഇതാണ് നമ്മുടെ സനാൻ്റെ ക്രാഷ് ഗാർഡ്. രക്ഷയില്ല കേട്ടോ, കുറച്ച് ടോട്ടലി വണ്ടിൻ്റെ വലിപ്പം കുറച്ച് കൂടി. കാരണം ആ ഒരു ഭീകരത തോന്നിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പാർക്കിംഗ് സ്ലോട്ട് നമുക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതും കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതുപോലെ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് കേട്ടോ. ടോട്ടലി നമുക്ക് ഒരു അങ്ങനെ ഒരു ഫീൽ തന്നെയാണ്. ഇതിൻ്റെ ഏകദേശം നേരത്തെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇടുന്നതായിരിക്കും. ഒരു നല്ല വിളിച്ച് കാരണം ഇപ്പം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും, കാരണം ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്നത്. നമ്മൾ ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് വണ്ടി ഞാൻ നിലത്തിട്ടിട്ടുള്ളൂ, വീഴ്ത്തിയിട്ടൊന്നുമില്ല. ജസ്റ്റ് കണ്ടോ, മെയിനായിട്ട് സ്ലൈഡറിൻ്റെ മേലെയാണ് കുത്തി നിൽക്കുന്നത് വണ്ടി. സ്ലൈഡറാണ് കറക്റ്റ് പോസ്റ്റ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വണ്ടി ചേരിഞ്ഞാൽ ഇരുമ്പിൻ്റെ സ്ഥാനത്ത് ഒന്നും സംഭവിക്കില്ല. അതായത് ക്രാഷ് ഗാർഡ് എന്ന് പറയുന്ന ഇതിന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. സ്ലൈഡറിൻ്റെ മേലെയാണ് നിൽക്കുന്നത് വണ്ടി. ടോട്ടലി കണ്ടോ, ഹാൻഡിൽ തട്ടി നിൽക്കുന്നില്ല. വണ്ടിയുടെ ബാക്കത്തെ സെക്ഷനിൽ ആകെ ഉള്ളത് ആ സൈലൻസറാണ് തട്ടി നിൽക്കുന്നത്. ബാക്ക് ഭാഗം ഇവിടെ നിൽക്കുന്നത് സ്ലൈഡറാണ് കണ്ടോ. അപ്പോൾ അങ്ങനെ ഭയങ്കര നല്ല പ്രൊട്ടക്ഷനാണ്. അത് നമുക്ക് ടാങ്ക് കാര്യങ്ങൾക്കൊന്നും ഒരു ഇല്ല, നല്ല ഗ്യാപ്പുണ്ട് ടാങ്കിൻ്റെ കാര്യങ്ങൾക്കൊക്കെ. ലെഫ്റ്റ് സൈഡിലേക്കാണ് ഡ്രോപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയും അതേപോലെ തന്നെയാണ്. നമ്മൾ സ്ലൈഡറാണ് തട്ടി നിൽക്കുന്നത്. മെയിനായിട്ട് ടാങ്കിൻ്റെ ഭാഗം ഒന്നും തട്ടി നിൽക്കുന്നില്ല. ടോട്ടലി ക്ലിയറാണ്. ഹാൻഡിലും തട്ടി നിൽക്കുന്നില്ല. സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഗ്യാപ്പുണ്ട്. അപ്പോൾ അഥവാ വീണ് കഴിഞ്ഞാലും വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ നക്കിൾ ഗാർഡ്സിന് മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഗായ്സ് ആക്ച്വലി ഈ ക്രാഷ് ഗാർഡ് പക്കാ സേഫാണ് വിത്ത് സ്ലൈഡർ. യെസ് ഗായ്സ്, അങ്ങനെ നമ്മൾ ഇന്ന് നമ്മളെ ക്രാഷ് ഗാർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുള്ള ബെല്ലൈക്കൺ അമർത്താൻ പറ്റുന്നത്. കാരണം ഇനിയും കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ആ ബെല്ലൈക്കൺ അമർത്തേണ്ടതാണ്. അപ്പോൾ ഗായ്സ്, ഞാൻ എൻ്റെ ഈ ചാനലിൽ വീഡിയോസ് ഉണ്ടാവാതെ ഈ അഡ്വഞ്ചർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ ട്രാവൽ വീഡിയോസും ഓഫ് റോഡ് വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അഡ്വഞ്ചർ ഇഷ്ടമാണ്, ഓഫ് റോഡ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ട്രാവലിംഗ് ഇഷ്ടമാണെന്ന് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഗായ്സ്, അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ കാണുവരെ.